നമസ്കാരം. നടനും തിരക്കഥാകൃത്തും സംവിധായകനുമെല്ലാമായ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന ശ്രീനിവാസൻ ഇന്ന് മലയാളികളുടെ മനസ്സിൽ തീരാ നൊമ്പരമാണ്. 48 വർഷത്തെ സിനിമാ ജീവിതം, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള യഥാർത്ഥ കലാകാരൻ. ചെയ്തുവെച്ച ഓരോ കഥാപാത്രങ്ങളും ഇന്നും എന്നും ജനമനസ്സുകളിൽ മായാതെ നിൽക്കും. പൂർണ്ണ വിജയമായിരുന്നു ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം. കലാകാരൻ സമൂഹത്തോട് പ്രതിബദ്ധത ഉള്ളവൻ ആയിരിക്കണം, അതിന് ഉത്തമ ഉദാഹരണമായിരുന്നു. ശ്രീനിവാസിന്റെ അപ്രതീക്ഷിത വിയോഗം സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും ഒരുപോലെ സങ്കടപ്പെടുത്തിയിരുന്നു. അസുഖങ്ങളൊക്കെ ആയിരുന്നുവെങ്കിലും ഇത്ര പെട്ടെന്ന് ശ്രീനി പോകുമെന്ന് കരുതിയില്ലെന്നായിരുന്നു പ്രിയപ്പെട്ടവരെല്ലാം പറഞ്ഞത്. ഡയാലിസിസിനായി പോകുന്ന വഴി അസ്വസ്ഥത അനുഭവപ്പെട്ട ശ്രീനിവാസൻ ആശുപത്രിയിലെത്തിയ ഉടനെ തന്നെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. സിനിമാ ലോകത്തുള്ളവരെല്ലാം ശ്രീനിയെ അവസാനമായി കാണാനായി ഒഴുകിയെത്തിയിരുന്നു. പൊതുദർശനത്തിന് വെച്ചപ്പോഴും വീട്ടിലേക്ക് മാറ്റിയപ്പോഴുമെല്ലാം വൻ ജനക്കൂട്ടമായിരുന്നു തിങ്ങി നിറഞ്ഞത്. മൊബൈൽ ഫോണുകളും ചാനൽ ക്യാമറയുമൊക്കെയായി താരങ്ങളെ വളഞ്ഞിടുന്ന അവസ്ഥയായിരുന്നു. അങ്ങേയറ്റം സങ്കടത്തോടെ നിൽക്കുമ്പോൾ അവരുടെ സ്വകാര്യതയെ മാനിക്കണമായിരുന്നു എന്നുള്ള വിമർശനങ്ങളും ഇതിനിടയിൽ ഉയർന്നിരുന്നു. അസുഖബാധിതനായ കാലം മുതൽ ശ്രീനിക്കൊപ്പം എല്ലായിടത്തും നിഴലായി വിമല ടീച്ചറും ഉണ്ടായിരുന്നു. അഭിമുഖങ്ങളിലൂടെയായി മലയാളികൾക്ക് നേരത്തെ പരിചിതമായിരുന്നു അവർ. ഭർത്താവിൻ്റെ സിനിമകളെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഒക്കെയുള്ള സംസാരം വൈറലായിരുന്നു. അസുഖാവസ്ഥയിൽ നിന്നും മാറ്റം വന്നപ്പോൾ ശ്രീനിവാസൻ സിനിമയുമായി ബന്ധപ്പെട്ട പരിപാടികളിലെല്ലാം പങ്കെടുത്തിരുന്നു. വീണ്ടും അഭിനയിക്കാനും തിരക്കഥ എഴുതാനും ഒക്കെയായി തൻ്റെ ആഗ്രഹങ്ങളും അദ്ദേഹം പങ്കുവച്ചിരുന്നു. ഇടയ്ക്ക് ധ്യാനിൻ്റെയും വിനീതിൻ്റെയും സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു. അമ്മയുടെ യോഗത്തിലും ചാനൽ പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. നിഴലായി വിമല ടീച്ചർ അദ്ദേഹത്തിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ശ്രീനിയേട്ടൻ ഇനിയില്ല എന്നറിഞ്ഞപ്പോൾ ആർത്തലച്ച് കരയുകയായിരുന്നു വിമല ടീച്ചർ. മക്കളെത്തിയപ്പോൾ അവരെ പിടിച്ച് പൊട്ടിക്കരയുന്നതും ദൃശ്യങ്ങളിലൂടെയായി കണ്ടിരുന്നു. വിനീതും ധ്യാനും അമ്മയ്ക്കരികിൽ തന്നെയായിരുന്നു. മാറി നിന്ന് കരച്ചിലടക്കിയ വിനീത് അവസാന നിമിഷം അമ്മയെയും അനുജനെയും പിടിച്ച് കരയുകയായിരുന്നു. അങ്ങേയറ്റം തളർന്നിരിക്കുകയാണെങ്കിലും ശ്രീനിവാസിന്റെ അവസാന ചടങ്ങുകളിൽ മക്കളോടൊപ്പമായി വിമലയുണ്ടായിരുന്നു. ശ്രീനേട്ടനില്ലാത്ത വീട്ടിൽ വിമല ചേച്ചിക്കൊപ്പം എന്ന ക്യാപ്ഷനോടെയായി ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് ഗാനരചയിതാവായ രാജീവ് ആലുങ്കൽ. ഈ സമയത്ത് ഇങ്ങനെ ഒരു ഫോട്ടോ വേണമായിരുന്നോ എന്നായിരുന്നു ചോദ്യങ്ങൾ. എപ്പോഴും ചിരിച്ച മുഖത്തോടെ ശ്രീനിവാസിനരികിൽ കാണാറുള്ളതാണ് വിമലയെ. എന്നാൽ അവർ ഇപ്പോൾ അനുഭവിക്കുന്ന വേദന മനസ്സിലാക്കണം എന്നായിരുന്നു ഒരാൾ പറഞ്ഞത്. 2 ആൺമക്കളെ സ്നേഹവും കരുത്തുമായി വളർത്തിയ അമ്മ. സിനിമയുടെ തിരക്കുകളുമായി ശ്രീനിവാസൻ പോകുമ്പോൾ മക്കളുടെ കാര്യങ്ങളെല്ലാം തെറ്റാതെ നോക്കിയ ഒരമ്മ. ആ സ്നേഹം എന്നും നിലനിൽക്കട്ടെ. ആ കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരുന്നു തുടങ്ങിയ പ്രതികരണങ്ങളും പോസ്റ്റിന് താഴെയുണ്ട്. അച്ഛന് പിന്നാലെയായാണ് മക്കളും സിനിമയിലെത്തിയത്. പാട്ടുകാരനായി തുടങ്ങി സിനിമയുടെ സമസ്ത മേഖലകളിലും കഴിവ് തെളിയിക്കുകയായിരുന്നു വിനീത്. തൻ്റെ സിനിമകളിലൂടെയായി സഹോദരനെ പരിചയപ്പെടുത്തിയതും വിനീതായിരുന്നു. കാര്യങ്ങൾ തുറന്നടിച്ച് പറയുന്ന പ്രകൃതമാണ് ശ്രീനിവാസിൻ്റേത്. അക്കാര്യത്തിൽ മാത്രമാണ് അദ്ദേഹത്തോട് വിയോജിപ്പ് തോന്നിയിട്ടുള്ളത്. കുറച്ച് മനസ്സിൽ വെച്ച് ബാക്കി പറഞ്ഞാൽ മതിയെന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള തുറന്നു പറച്ചിൽ കാരണം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സ്വഭാവം മാത്രം അനുകരിക്കരുതെന്ന് മക്കളോട് പറഞ്ഞിരുന്നതായും വിമല ടീച്ചർ വ്യക്തമാക്കിയിരുന്നു. അച്ഛനെ പോലെ തന്നെ കാര്യങ്ങളെല്ലാം ഓപ്പണായി പറയുന്ന പ്രകൃതമാണ് ധ്യാനിൻ്റേത്. ധ്യാൻ പങ്കെടുത്ത അഭിമുഖങ്ങളിലെല്ലാം പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട്. എന്നാൽ വളരെ പക്വതയോടെ സംസാരിക്കുന്ന പ്രകൃതമാണ് വിനീതിൻ്റേത്. പല കാര്യങ്ങളും അവൻ കയ്യിൽ നിന്നിട്ട് പറയുന്നതാണെന്ന് വിനീത് പറയാറുണ്ട്. ധ്യാൻ പറയുന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യം എന്താണെന്ന് വിനീതിനോട് ചോദിച്ച സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതേസമയം തന്നെ ശ്രീനിവാസിന് അന്തിമോപചാരം അർപ്പിച്ച് നിരവധി പേരെത്തിയിരുന്നു. മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. പിണറായി വിജയൻ എത്തിയപ്പോഴുള്ള ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. മുഖ്യമന്ത്രി അടുത്തെത്തിയപ്പോഴും ധ്യാൻ അച്ഛൻ്റെ മൃതദേഹത്തിനടുത്ത് ഇരിക്കുകയാണ്. അച്ഛൻ്റെ വിയോഗത്തിലുള്ള ദുഃഖത്തിലാണ് ധ്യാൻ എന്ന് വ്യക്തം. എന്നാൽ മുഖ്യമന്ത്രിയെ കണ്ട് ധ്യാൻ ബഹുമാനിച്ചില്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിമർശനം. ധ്യാൻ, കുറച്ചൊക്കെ മര്യാദ കാണിക്കാം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് വന്നത്, ഒന്ന് എണീക്കാമല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ഈ മനുഷ്യൻ സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്നൊക്കെയാണ് കമൻറ്റുകൾ. എന്നാൽ ഇത്തരം ബാലിശമായ അഭിപ്രായങ്ങൾ ഭൂരിഭാഗം പേരും തള്ളിക്കളഞ്ഞു. സ്വന്തം അച്ഛനാണ് മരിച്ചത്. ആ വിഷമത്തിലിരിക്കുമ്പോൾ ആര് വന്നാലും എഴുന്നേൽക്കേണ്ടതില്ലെന്നും അഭിപ്രായങ്ങൾ വന്നു. ഇങ്ങേരുടെ ആളുകളെ അന്തം കമ്മി എന്ന് വിളിക്കുന്നത് എന്താണെന്ന് ഈ കമൻസ് വായിച്ചാൽ ബോധ്യമാവും. അച്ഛൻ മരിച്ച വിഷമത്തിലിരിക്കുന്ന ധ്യാൻ മുഖ്യം വന്നപ്പോൾ എഴുന്നേറ്റില്ലെന്ന് പറഞ്ഞാണ് ഇവറ്റകളുടെ കരച്ചിൽ എന്നാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അച്ഛൻ്റെ മരണം ധ്യാനിനെ താങ്ങാൻ പറ്റുന്നില്ലെന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. 69-ാം വയസ്സിലാണ് ശ്രീനിവാസൻ ലോകത്തോട് വിട പറഞ്ഞത്. ആരോഗ്യ പ്രശ്നങ്ങളാൽ ഏറെ നാളായി സിനിമാ രംഗത്ത് നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ശ്രീനിവാസിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് മുഖ്യമന്ത്രി പുറത്തുവിട്ട കുറിപ്പ് ഇങ്ങനെയായിരുന്നു: മലയാള സിനിമയ്ക്ക് വീണ്ടെടുക്കാനാവാത്ത നഷ്ടമാണ് ശ്രീനിവാസിന്റെ വേർപാട്. ചലച്ചിത്രത്തിന്റെ സമസ്ത രംഗങ്ങളിലും നായകസ്ഥാനത്തെത്തിയ പ്രതിഭയാണ് മറയുന്നത്. പച്ച മനുഷ്യന്റെ ജീവിതം വെള്ളിത്തിരയിൽ എത്തിക്കുന്നതിലും ചിരിയിലൂടെയും ചിന്തയിലൂടെയും പ്രേക്ഷകനെ താൻ ഇച്ഛിക്കുന്ന ബോധ തലങ്ങളിലേക്ക് എത്തിക്കുന്നതിലും ഇതുപോലെ വിജയിച്ച ചലച്ചിത്രകാരന്മാർ വേറെ അധികമില്ല. സിനിമയിൽ നിലനിന്ന് പോകുന്ന പല മാമൂലുകളെയും തകർത്തുകൊണ്ടാണ് ശ്രീനിവാസൻ ചുവടുവെച്ചത്. താൻ പ്രകാശിപ്പിക്കുന്ന ആശയം കടുത്ത വിമർശനത്തിന് വിധേയമാവുക
നഷ്ടമാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സരസമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കടുത്ത വിയോജിപ്പുള്ളവരും ശ്രീനിവാസനിലെ പ്രതിഭയെ ആദരിച്ചു. മലയാള ചലച്ചിത്ര രംഗത്തെ ആസ്വാദന തലത്തെ ഭാവാത്മകമാകും വിധം മാറ്റുന്നതിന് ശ്രീനിവാസൻ പ്രയത്നിച്ചു. തന്റെ സാമൂഹ്യ കാഴ്ചപ്പാടുകളെ ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുന്നതിൽ വിജയിച്ച ചലച്ചിത്രകാരൻ കൂടിയാണ് ശ്രീനിവാസൻ. കഥ, തിരക്കഥ, സംവിധാനം തുടങ്ങി അഭിനയം വരെയുള്ള മേഖലകളിലായി വ്യാപരിക്കുകയും പ്രവർത്തിച്ച മേഖലകളിലെല്ലാം അസാധാരണമാം വിധം സ്വന്തം വ്യക്തിത്വം സ്ഥാപിച്ചെടുക്കുകയും ചെയ്തു ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ ഒട്ടേറെ സിനിമകളിലെ കഥാപാത്രങ്ങൾ മലയാളിയുടെ മനസ്സിൽ എക്കാലം മായാതെ നിൽക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി കൂടി ഒരു നഷ്ടമാണ് ശ്രീനിവാസന്റെ വിയോഗമുണ്ടാക്കുന്നത്. ഒരു അഭിമുഖത്തിനായി ഞങ്ങൾ ഒരുമിച്ചിരുന്നതും നർമ്മമധുരമായ സംഭാഷണങ്ങളിലൂടെ അദ്ദേഹം മനസ്സിൽ സ്ഥാനം ഉറപ്പിച്ചതും ഓർമ്മിക്കുന്നു. വ്യക്തിപരമായി ഹൃദ്യമായ അടുപ്പം സൂക്ഷിച്ചിരുന്ന ശ്രീനിവാസൻ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രതീകം കൂടിയായി അനുഭവപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു വളർന്ന സിനിമയോടുള്ള അഭിനിവേശം സ്വയപ്രയത്നത്തിലൂടെ പ്രായോഗിക തലത്തിൽ എത്തിച്ച ശ്രീനിവാസന്റെ ജീവിതം പരിശ്രമശാലികൾക്കുള്ള പാഠപുസ്തകമാണ്.